മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ 2026-2027 ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ റോയ് മാത്യു നേതൃത്വം നൽകിയ പാനൽ വിജയിച്ചു. പ്രസിഡന്റ്, ട്രസ്റ്റി ബോർഡ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തുടങ്ങിയ എല്ലാ സീറ്റുകളിലും ടീം യുണൈറ്റഡ് സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച റോയ് സി മാത്യു 1509 വോട്ടുകളാണ് നേടി വിജയിച്ചത്. ട്രസ്റ്റി ബോർഡ് ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള മത്സരങ്ങളിൽ ക്ലാരമ മാത്യൂസ്, ഷിനു എബ്രഹാം, ജീവൻ സൈമൺ, വിനോദ് ചെറിയാൻ, മാത്യു തോമസ്, സന്തോഷ് ആറ്റുപുറം, ഡോക്ടർ സുബിൻ ബാലകൃഷ്ണൻ, ജിൻസ് മാത്യു, സാജൻ ജോൺ, ബനീജ ചെറു, ഡെനിസ് മാത്യു, ബിജു ശിവൻ, സുനിൽ തങ്കപ്പൻ, വനിതാ പ്രതിനിധികളായി അമ്പിളി ആന്റണി, അനില സന്ദീപ്, യൂത്ത് റെപ്രസെന്റേറ്റീവ്സ് മൈക്കിൾ ജോയ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. 2000 കുടുംബാംഗങ്ങൾ അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുണ്ട്. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ 2026 ബോർഡിലേക്കുള്ള ഇലക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം ഹാർമണി വേഴ്സസ് ടീം യുണൈറ്റഡ് ശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ മാഗ് അതിൻ്റെ 2026 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 7:30 മണി തൊട്ട് ഏകദേശം ഇപ്പോൾ ഈ സമയം വരെ ഏകദേശം 1800 മേളിൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തി. ബാബു തോമസിൻ്റെയും പ്രിൻസ് പോളിൻ്റെയും നേതൃത്വത്തിലുള്ള കമ്മീഷണർമാരുടെ പ്രവർത്തനം വളരെ തൃപ്തികരമാണ്. മാഗ് പഴയ മാഗല്ല, മാഗിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 2400 ഓളം ഫാമിലി ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഞങ്ങൾ ഏകദേശം 4000+ ആണ് ഇന്ന് വോട്ടിംഗ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കൺവെൻഷണൽ മെത്തേഡായ പേപ്പർ ബാലറ്റ് വെച്ചാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇലക്ട്രോണിക് ബാലറ്റിന് വേണ്ടിയുള്ള എല്ലാ ടെസ്റ്റിങ്ങും എല്ലാം ചെയ്തതാണ്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് അത് ഞങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു വേറെ പല സാങ്കേതിക കാരണങ്ങളാലും. കാരണം നെക്സ്റ്റ് ഇയർ ഇനിയും കൂടുതൽ പോളിംഗ് വരുന്ന കാരണം നമ്മൾ ഇലക്ട്രോണിക് ബാലറ്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. വളരെ സമാധാനപരമായിട്ടാണ് ഇതുവരെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 പാനലാണെങ്കിലും അവർ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് അവിടെ നിൽക്കുന്നതും. അതിൻ്റെ പോളിംഗ് നല്ലപോലെ ഇവിടെ കാണുന്നുണ്ട്. ഏകദേശം 4500 മെമ്പേഴ്സ് ഉള്ളതിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ 2000 പേര് പോൾ ചെയ്ത് കഴിഞ്ഞു. ആവേശപൂർവ്വം ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ആവേശവും അലയലുകളും ഇതുവരെ അടങ്ങിയിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേന്ദ്രൻ കെ പട്ടേൽ, 240th ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ ജഡ്ജാണ്. ഈ മലയാളി അസോസിയേഷൻ്റെ ഒരു മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതുവരെയുള്ള മലയാളി അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു ഇലക്ഷൻ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. 16 പൊസിഷനിലേക്ക് 33 ആളുകളാണ് മത്സരിക്കുന്നത്. എൻ്റെ പേര് മാത്യൂസ് മുണ്ടക്കൽ, മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൻ മുൻ പ്രസിഡന്റായിരുന്നു. ഇവിടെ അനിൽ ആറന്മുള മുൻ പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ശ്രീ ജിമ്മി കുന്നശ്ശേരി, മുൻ പ്രസിഡന്റ് ജോജി ജോസഫ്, നമ്മുടെ പല പ്രാവശ്യമായിട്ട് പല ഭാരവാഹിയായിരുന്ന നമ്മുടെ സുനിൽ എബ്രഹാം ഉണ്ട് ഇവിടെ. ജനാധിപത്യത്തിൻ്റെ ആ ഉത്സവം ഞങ്ങളും ആഘോഷിക്കുകയാണ്. നല്ല രീതിയിലാണ് ഇവിടുത്തെ ഇലക്ഷൻ പ്രവർത്തനം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷനിൽ ഞങ്ങളെല്ലാവരും വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഷാജി എഡ്വേർഡ്, ഇത് ക്രിസ് ജോർജ്. പറഞ്ഞതുപോലെ ഇപ്പോൾ എൻ്റെ കൂടെ അമേരിക്കൻ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. Brendetta Scott, and I'm running for judge of your 268th Judicial District Court. Covers both civil and criminal cases in Fort Bend County. Hi, Roderick Garner. I'm the Justice of the Peace for Fort Bend County Precinct 2, Place 1, and I'm running for re-election. I'm the homegrown candidate, been here all my life, and looking forward to continuing the good work that we're doing. Hi, my name is Aris Lewis and I'm running for the Fort Bend District Clerk. And നമ്മുടെ കൂടെ re-election മത്സരിക്കുന്ന ഒരു മലയാളി ജഡ്ജും കൂടെ ഉണ്ട് എൻ്റെ ഒപ്പം. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഹലോ, ഞാൻ സുരേന്ദ്രൻ പട്ടേൽ, മലയാളി അസോസിയേഷൻ്റെ 2015 പ്രസിഡൻ്റായിരുന്നു. മലയാളി അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ഇത്രയും ആവേശകരമായ വേറൊരു മത്സരം ഞാൻ കണ്ടിട്ടില്ല. മലയാളി അസോസിയേഷൻ സുരേന്ദ്രൻ കെ പട്ടേൽ, 240th ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ സിറ്റിംഗ് ജഡ്ജാണ്. ഞാൻ റീ ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്. ഫോർട്ട് ബെൻഡ് കൗണ്ടിയിലെ മുഴുവൻ മലയാളികളും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ടീം ഹാർമണി ലെഡ് ബൈ മിസ്റ്റർ ചാക്കോ തോമസ് ആണ് എൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ടീമിലെ ഒത്തിരി ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ചാക്കോ തോമസ്, ഹാർമണി ടീമിൻ്റെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആണ്. എൻ്റെ പേര് സൈമൺ വാളച്ചേരിൽ ചാക്കോ. Yana Ansi Kuria. I want to let everyone know there's an incredible turnout of the Malayalis here. Please come out and let your voices be heard.
Come and vote for Team Harmony. My husband's Chaco Thomas. Please come. എൻ്റെ പേര് ആലിസ് എബ്രഹാം തോമസ്. ഇത്രയും മലയാളികൾ ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷന് വോട്ട് ചെയ്യാൻ വരുന്നത്. മോർ ദാൻ ഞങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ട്. ഹലോ, എൻ്റെ പേര് നവീൻ. ഞാൻ ടീം ഹാർമണി. 40 വർഷമായിട്ട് മലയാളി അസോസിയേഷൻ്റെ പാർട്ടാണ്. 2 പ്രാവശ്യം പ്രസിഡന്റ് ആയിരുന്നു. എന്താ തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 9 പേര് കൂടി ഒരു സംഘടന ഉണ്ടാക്കി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഈ സ്ഥാനത്ത് 38 വർഷത്തിന് ശേഷം ഇതുപോലൊരു ഒരു 10,000 പേര് ഇന്നിവിടെ വോട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല, അന്ന് 9 പേര് തുടങ്ങിയ ഒരു സംഘടന നമ്മൾ നല്ല രീതിയിൽ മലയാളികൾക്ക് വേണ്ടി തുടങ്ങിയാണ്. പക്ഷേ ഇത് ചരിത്രമാണ്. ഇന്നത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് ചരിത്രമാണ്. പല പ്രാവശ്യം വാശിയേറിയ ഇലക്ഷൻസ് നടന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇതിൻ്റെ പകുതി ആൾക്കാർ പോലും ഇല്ലായിരുന്നു. ഇത് ആണോ ഞാൻ ഈ ഇലക്ഷൻ ഫെസ്റ്റിവൽ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ടീം ഹാർമണിയുടെ പാനൽ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇവർക്ക് എല്ലാ വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു. സോ ലെറ്റ്സ് കണ്ടിന്യൂ ഓൺ ടു ടീം യുണൈറ്റഡ്. ടീം യുണൈറ്റഡിനെ നയിക്കുന്നത് റോയ് സി മാത്യു ആണ്. അദ്ദേഹമാണ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ടീമിനെയും കൂടെ പരിചയപ്പെടാം നമുക്ക്. കൈരളി TV ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനുള്ള നന്ദി ആദ്യം അറിയിക്കട്ടെ. അതുപോലെ തന്നെ ടീം യുണൈറ്റഡ് ഒരു മുദ്രാവാക്യവുമായാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അതായത് നേരാണ് പാത, നന്മയാണ് ലക്ഷ്യം. അതെ, അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തുവാൻ ഈ ഹൂസ്റ്റണിലെ മലയാളി ജനങ്ങൾ, മലയാളി സുഹൃത്തുക്കൾ, മാഗിൻ്റെ അംഗങ്ങൾ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ടീം യുണൈറ്റഡ് ഫുൾ എനർജിയിലാണ്. ഇത് ബെനീജ ഒരു ജീവൻ സൈമൺ, ഞാൻ ഡോക്ടർ സുബിൻ. അപ്പോൾ ഇന്ന് ജിൻസ് മാത്യു. എൻ്റെ പേര് ഷിനു എബ്രഹാം. ഹലോ, എൻ്റെ പേര് വിനോദ് ചെറിയാൻ. ടീം യുണൈറ്റഡും ടീം ഹാർമണിയും തമ്മിലുള്ള മത്സരം അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വോട്ട് ചെയ്ത എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കടന്നു പോകുന്നത് നാളെ ആര് വിജയിച്ചാലും ശരി, ആര് തോറ്റാലും ശരി, എല്ലാവരും ഉറ്റ സൗഹൃദത്തോടുകൂടി കൂട്ടുകാരായി തന്നെ മുന്നോട്ട് പോയി മാഗിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുമെന്നുള്ള വലിയൊരു പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. ഫോമയുടെ നാഷണൽ പ്രസിഡന്റാണ്. അടുത്ത കൺവെൻഷൻ ഞങ്ങളുടെ ഹൂസ്റ്റണിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ജയിച്ചു വരുന്നവരും ഈ 4600 മെമ്പേഴ്സും ഇവിടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത